നമസ്തേ. ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മന്ത്രങ്ങളും യന്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. മന്ത്രസിദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരാധന ക്രമമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസ തലങ്ങളുണ്ട്. അതിൽ മന്ത്രം കൈവരിക്കാൻ വേണ്ടി ബ്രഹ്മമുഹൂർത്തം മുതൽ നമ്മളുടെ ദൈനംദിനമായ നിത്യകർമ്മങ്ങളിലുള്ള സമയങ്ങൾ കണ്ടെത്തി നമ്മളുടെ മനസ്സിനകത്ത് മനനം ചെയ്തെടുക്കുന്ന മന്ത്രവിദ്യകളാണ് മന്ത്രധ്വനികളെന്ന് പറയുന്നത്. മന്ത്രങ്ങളുടെ രാജാവാണ്. ഓം മന്ത്രരാജായ വിദ്മഹേ മഹാമന്ത്രായ ധീമഹി തന്നോ മന്ത്രപ്രചോദയാത്. മന്ത്രങ്ങളുടെ ചൈതന്യം എന്ന് പറയുന്നത് ശത്രു സംഹാരപരമായിട്ടും അല്ലെങ്കിൽ വൈഷ്ണവപരമായിട്ടോ ശാക്തേ സംബന്ധമായിട്ടോ ശൈവപരമായിട്ടോ ഓരോ സമ്പ്രദായ കാര്യങ്ങളിൽ ഒരുപാട് വ്യതിചലനങ്ങളായിട്ടുള്ള മന്ത്രസിദ്ധികളുണ്ട്. ക്ഷേത്ര വൈദിക കർമ്മം ചെയ്യുന്ന വ്യക്തികളും ഒരു ഭക്തനും മന്ത്രധ്വനികളുടെ വ്യതിചലനം എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ വളരെ അധികമാണ്. നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും പൂജാ സമ്പ്രദായ രീതി അനുസരിച്ചുള്ള മന്ത്രധ്വനികൾ ഉച്ചാരണശുദ്ധിയും അതിൻ്റെ ക്രിയാപ്രയോഗങ്ങളും വേറൊരു തലത്തിലാണ്. ഒരു ഭക്തനെന്ന നിലയിൽ മന്ത്രസിദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി ഉള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നത് സ്വയം പര്യാപ്തമായിട്ടാണ്. അതൊരു ഗുരുമുഖത്തിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. മന്ത്രങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞത് കൂട്ട് ഓരോ തലങ്ങളുണ്ട്. സൗമ്യപ്രദമുണ്ട്, വശീകരണമുണ്ട്, ശത്രു സംഹാരമുണ്ട്, അതേപോലെ തന്നെ ഉച്ചാടന ക്രിയകൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ആചാര്യൻ മുഖേന അല്ലാതെ നമ്മൾ മന്ത്രങ്ങൾ കൈവരിക്കാൻ നോക്കിയാൽ ചിലപ്പം നല്ല സമയങ്ങളിലായിരിക്കും നമ്മൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഈ ഒരു പ്രയോഗങ്ങളിൽ കൂടി നമുക്കുണ്ടാകുന്നത്. നമ്മളുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ മന്ത്രധ്വനികളുമായിട്ട് അല്ലെങ്കിൽ ആ മന്ത്രം ചൊല്ലിക്കഴിയാൻ നേരത്ത് നമുക്കതിൻ്റെ ഒരു ഫലമുണ്ടാകും. ആ മന്ത്രം ചൊല്ലിയതിന് ശേഷമാണ് എനിക്കൊരു മാറ്റഗതി ഉണ്ടായത് എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷെ മന്ത്രധ്വനികൾ സ്വീകരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ മാനസപൂജ അല്ലെങ്കിൽ ആത്മാരാധന അതല്ലെങ്കിൽ ശരീരശുദ്ധി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രിയകളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മന്ത്രധ്വനികൾ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സമയബന്ധിതമായ ജോലി തിരക്കുകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളിൽ സമയം കണ്ടെത്തി കൃത്യനിഷ്ഠപരമായിട്ട് ചെയ്തു പോവുക എന്ന് പറയുന്നത് വളരെ തടസ്സപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുക 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൃത്യമായിട്ടിരുന്ന് ചൊല്ലിയാൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണഗതികളുണ്ടാകും എന്നെല്ലാം നമ്മൾ ധരിക്കും. പക്ഷേ ഒരു കാര്യത്തിലോട്ട് കടക്കാൻ നേരത്ത് സൈക്ലിക് സിമിട്രി എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാണ്. നല്ലതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മളെ നെഗറ്റീവ് ബാധിക്കും. പിന്നെ കുറച്ച് നല്ലതിലോട്ട് നമ്മൾ വീണ്ടും 1-2 ആഴ്ച മുമ്പോട്ട് പോകും. വീണ്ടും അതിന് ശേഷം നമുക്ക് വീണ്ടും റിവേഴ്സായിട്ട് വീണ്ടും പ്രശ്നങ്ങളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ എന്ത് പറ്റും? ഇത് നിർത്തി വെക്കേണ്ടതായിട്ട് വരും. അതൊന്നും അല്ല മന്ത്രസ്വീകരണങ്ങളും അല്ലെങ്കിൽ മന്ത്രത്തെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് പോകാൻ നേരത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഗുരുമുഖത്തിൽ നിന്ന് വേണം ഇതെല്ലാം സ്വീകാര്യമാക്കാനും നിങ്ങളുടെ ആവശ്യാനുസൃതമായിട്ട് യഥാശക്തി അനുസരിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ സ്വീകരിച്ച് അത് നിത്യപ്രാണായാമങ്ങളിൽ കൂടി നിങ്ങൾ നിത്യവും സ്തുതിച്ച് ആ ഒരു ശക്തി ചൈതന്യവ്യക്തമാകുന്ന രീതിയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഒരു ഐശ്വര്യം ഉണ്ടാകും. ഞാൻ ഇന്ന്
ഈ സമയം ഇല്ലായ്മയായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി 1-2 യന്ത്രങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ഒന്നാമത്തെ യന്ത്രം എന്ന് പറയുന്നത് തൃഷ്ടിപ്പ് യന്ത്രം എന്ന് പറയും. അപ്പോൾ ഈ തൃഷ്ടിപ്പ് എന്ന് പറയാൻ നേരത്ത് അതിനകത്ത് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഉപദ്രവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഉപദ്രവങ്ങളായിട്ടുള്ള വിഷയങ്ങൾ എന്തായാലും ഈ ഒരു യന്ത്രശക്തി കൊണ്ട് തന്നെ അത് മാറും. അത് ഉപദ്രവം മാത്രമല്ല, രോഗങ്ങൾ. അപ്പം ചില സമയങ്ങളിൽ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഇനി എന്ത് നേർച്ചകൾ ചെയ്താലും അല്ലെങ്കിൽ എന്ത് മരുന്നുകൾ സ്വീകരിച്ചാലും അതൊന്നും മാറത്തില്ല. അത് കൂടി വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം കൂടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾക്ക് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ നേരത്ത് തന്നെ നമ്മൾ അതിന് വേണ്ട വൈദ്യപരിശോധനയ്ക്കും അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വലുതെന്ന് പറയുന്നത് ചെറുതായിട്ടങ്ങ് മാറും. എന്നാൽ ഇവിടെ വർഷങ്ങളോളം ശാരീരിക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതേപോലെ തന്നെ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ദുസ്വപ്നങ്ങൾ കാണുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്കൃഷ്ടപരമായിട്ടുള്ള ഒരു യന്ത്രമാണ് തൃഷ്ടിപ്പ് എന്ന് പറയുന്ന യന്ത്രം. അത് യന്ത്രരാജായ വിദ്മഹേ മഹായന്ത്രായ ധീമഹി തന്നോ യന്ത്ര പ്രചോദയാത്. യന്ത്രങ്ങളിലൊക്കെ രാജസ്ഥാനത്തായിട്ട് നിൽക്കുന്ന മന്ത്രധ്വനികളോടുകൂടി ചെയ്യുന്ന ശാക്ത യന്ത്രമാണ് തൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ യന്ത്രം യഥാവിധി അനുസരിച്ച് നമ്മൾ തകിടിൽ വരച്ച് അതിൻ്റെ ഉപചാര കർമ്മക്രിയകളെല്ലാം നടത്തിയതിന് ശേഷം പൂജിച്ച് ഒരാഴ്ചയെങ്കിലും ദേവീക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചതിന് ശേഷം നല്ലൊരു വെള്ളി കൂട് വാങ്ങി അതിൽ നിറച്ച് നല്ലൊരു സമയമൊക്കെ നോക്കി നമ്മളത് ശരീരശുദ്ധി കഴിഞ്ഞതിന് ശേഷം നമ്മളത് ധരിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഉപദ്രവങ്ങളായാലും രോഗങ്ങളായാലും എല്ലാം മാറി വളരെ നല്ല ദീർഘായുസ്സോടുകൂടി മുമ്പോട്ട് ആരോഗ്യത്തോടുകൂടി നമുക്ക് പോകാൻ പറ്റും. അതാണ് ഈ തൃഷ്ടിപ്പ് യന്ത്രം എന്ന് പറയുന്നതിൻ്റെ ഗുണഫലങ്ങൾ. ഇനി രണ്ടാമത് ബാലയന്ത്രം. പൊതുവേ എല്ലാവരും പറയാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് ബാലയന്ത്രം നമ്മൾ എഴുതിയിടുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, ബാലയന്ത്രം എന്ന് പറയുന്നത് ഭഗവതിയുടെ യന്ത്രമാണെന്നെങ്കിലും ഈ കോടതിയിൽ വർഷങ്ങളായിട്ടൊക്കെ കേസ് ഇങ്ങനെയൊക്കെയുള്ള ഇത്യാദി കാര്യങ്ങളിലൊക്കെ നമ്മൾ കയറി ഇറങ്ങും. മനസ്സുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ അങ്ങ് നിരുത്സാഹപ്പെട്ട് നമ്മൾക്കൊരു ഉചിതമാകുന്ന ഒരു ധൈര്യവും ബലവും